പ്രൈസ് ദ ലോർഡ്. നാം ഈ ദിവസം അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന ശക്തിയെക്കുറിച്ചും ഒക്കെയാണ് നമ്മൾ ഈ ദിവസം ധ്യാനിക്കുവാനായിട്ട് പോകുന്നത്. അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാൽ അതിൻ്റെ ശക്തി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ബുദ്ധിക്കും മനുഷ്യനെ ചിന്തിക്കുന്നതിനൊക്കെ ഉപരിയായിട്ടുള്ളതാണ്. അന്യഭാഷയിൽ പ്രാർത്ഥിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. എല്ലാ ദൈവമക്കളും ദൈവത്തെ ആരാധിക്കണമെന്നും ദൈവത്തെ സ്തുതിക്കണമെന്നും അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും ദൈവം ആഗ്രഹിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, അന്ത്യനാളിൽ സകല ജഡത്തിൻ്റെ മേലും തൻ്റെ ആത്മാവിനെ പകരുമെന്നാണ്. അപ്പോൾ ഈ അന്ത്യനാളിൽ നാം ആയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ നമുക്ക് ദൈവം തരുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവിൽ വിശ്വസിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനും അന്യഭാഷയിൽ സംസാരിക്കുവാനൊക്കെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ആയതിനാൽ ഈ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന ആത്മമണ്ഡലത്തിൽ ഉണ്ടാകുന്ന ചലനം വളരെ വലുതാണ്. നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ ഉപരിയാണ്. നമ്മളതിനെക്കുറിച്ച് ധ്യാനിക്കുവാനായിട്ട് പോവുകയാണ്. അന്യഭാഷയിൽ ആദ്യം എവിടെയാണ് അന്യഭാഷയെക്കുറിച്ച് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായം നമ്മളവിടെ നോക്കുന്ന സമയത്ത് പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. ഇവിടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് യേശു കർത്താവ് വ്യക്തമായി പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ സ്നാനത്തെക്കുറിച്ച് യേശു കർത്താവ് പറയുകയാണ്. വാഗ്ദത്തം ചെയ്തതുപോലെ ഉള്ള ദൈവത്തിൻ്റെ അടയാളമാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ നാം പ്രാപിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. എഫേസ്യർക്കെഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം പറയുന്നു, വീഞ്ഞ് കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പ് ഉണ്ടാകുമല്ലോ, ആത്മാവ് നിറഞ്ഞവരായി. അപ്പോൾ എല്ലാവരും ആത്മാവ് നിറയുവാൻ തക്കവണ്ണം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ മക്കളെല്ലാവരും പരിശുദ്ധാത്മാവ് നിറവ് പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഇൻഫില്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുകയാണ്. ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് എന്തിനാണ് നമ്മൾ പരിശുദ്ധാത്മാവ് നിറയേണ്ടത്? പരിശുദ്ധാത്മാവിനെ നിറയേണ്ടത് ഒന്ന്, ദൈവത്തെ നമ്മൾ ആരാധിക്കുവാനായിട്ട് പറ്റും. പരിശുദ്ധാത്മാവിൽ നിറയുന്ന വ്യക്തിക്ക് ദൈവത്തോട് സംസാരിക്കുവാനായിട്ട് പറ്റും, സംസർഗം പുലർത്തുവാനായിട്ട് പറ്റും. അത് അവരുടെ ജീവിതത്തിൽ വലിയ ആത്മീയമായ ഒരു ഉദ്ധാരണത്തിന് കാരണമായി തീരുവാനായിട്ട് സാധിക്കും. അതിനാൽ പരിശുദ്ധാത്മാവ് എല്ലാവരും പ്രാപിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നമുക്ക് സ്പിരിച്വൽ എഡിഫിക്കേഷൻ ഉണ്ടാകും. അന്യഭാഷയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് 1 Corinthians chapter 14 verse 4 ഇപ്രകാരമാണ് പറയുന്നത്, ഹി ദാറ്റ് സ്പീക്കത്ത് ഇൻ ആൻഡ് അൺനോൺ ടങ്സ് എഡിഫൈ ഹിംസെൽഫ്. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവൻ തനിക്ക് തന്നെ ആത്മീയ വർധന വരുത്തിയാണ്. അപ്പോൾ ആത്മീയ വർധന ഉണ്ടാകണമെങ്കിൽ നമ്മൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം. അപ്പോൾ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാൽ മാത്രമേ നമുക്ക് ആത്മീയമായി വളരുവാനായിട്ട് സാധ്യമാകുകയുള്ളൂ. ദൈവത്തിൻ്റെ തിരുവചനം വായിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അന്യഭാഷയിൽ നമ്മൾ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇപ്രകാരമാണ് പറയുന്നത്, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ അത് നമ്മൾ ഒരു മനുഷ്യന് മനസ്സിലാക്കുവാനായിട്ട് പറ്റത്തില്ല. കാര്യം നാം പ്രാർത്ഥിക്കുന്നത് നാം പിശാചിനോ മറ്റുള്ള ആർക്ക് മനസ്സിലാക്കത്തില്ല. നാം ദൈവത്തിന് നമുക്ക് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തക്കവണ്ണം നമുക്ക് അതൊരു വലിയൊരു ഭാഗ്യം ദൈവം തന്നിരിക്കുകയാണ്. ദൈവത്തോട് പഴയ നിയമത്തിൽ അത്രയും ഇല്ലാത്തതായ ഒരു കൃപാവരമാണ് പുതിയ നിയമത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അത് എല്ലാവരും പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പൗലോസ് തന്നെ പറയുന്നു, ഞാൻ നിങ്ങളെക്കാളൊക്കെ ഉപരിയായി ഞാൻ അന്യഭാഷയിൽ ഞാൻ എന്ത് ചെയ്യുന്നു, സംസാരിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. കാര്യം അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ വ്യത്യാസമാണ്. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഇൻഡ്വെല്ലിംഗ് പ്രസൻസ് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് പറ്റും. ദൈവത്തിൻ്റെ ഇൻഡ്വെല്ലിംഗ് പ്രസൻസ്, നമ്മുടെ അകത്തിരിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വത്തെ
സാന്നിധ്യത്തിൽ ദൈവ സാന്നിധ്യത്തെ നമുക്ക് തിരിച്ചറിയുവാനായിട്ട് പറ്റും എന്ന് വേദപുസ്തകത്തിൽ വ്യക്തമായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഹല്ലേലൂയ. അതിൻ്റെ അപ്പോസ്തല പ്രവൃത്തി 10:46 ഇപ്രകാരം പറയുന്നു, ഫോർ ദേ ഹേർഡ് ദം സ്പീക്ക് വിത്ത് ടങ്സ് ആൻഡ് മാഗ്നിഫൈ ഗോഡ്. അവർ അന്യഭാഷയിൽ പറയുന്നത് കേട്ടിട്ട് അവർ അന്യഭാഷയിൽ പറഞ്ഞവർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് പറയുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അപ്പോൾ നമ്മുടെ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നമുക്ക് അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവ്, നമ്മളൊരാൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നെങ്കിൽ അവൻ മനുഷ്യൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ഉണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. അന്യഭാഷ ഒരു അടയാളമായിട്ടാണ് വച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ മേൽ ഉണ്ടത് എന്നതിൻ്റെ അടയാളമായിട്ടാണ് അന്യഭാഷയിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അവിടെ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവത്തിൻ്റെ ഹിതത്തെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഈ ലോകത്തിൻ്റെ ഹിതത്തെ നമ്മൾ മുമ്പോട്ട് പോകുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്ന പലരുമുണ്ട്. വിശ്വാസികളാകട്ടെ ദൈവമക്കളാകട്ടെ പലപ്പോഴും സ്വന്തം ഇഷ്ടത്തിന് യാത്ര ചെയ്യുവാനും സ്വന്തം ഇഷ്ടത്തിന് തീരുമാനമെടുത്ത് മുമ്പോട്ട് പോകുവാനായിട്ട് പലരും ശ്രമിക്കാറുണ്ട്. അങ്ങനെ ചെയ്യുന്നതിനെല്ലാം അവസാനം പരാജയപ്പെട്ടു പോകും. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചിട്ട് ഒരു വിഷയത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അന്യഭാഷയിൽ നിങ്ങൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ അതിനുവേണ്ടി സ്റ്റെപ്പ് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദൈവത്തിൻ്റെ മഹത്വത്തെ അതിൽ കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ വഴി നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. എക്സാമ്പിൾ, നിങ്ങൾക്ക് നിങ്ങൾ പഠിക്കുവാനായിട്ട് പോവുകയാണെന്ന് ചിന്തിക്കുക. സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുവാൻ ഒരു സബ്ജക്റ്റ് എടുത്ത് പഠിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഏത് സബ്ജക്റ്റ് എടുത്ത് പഠിക്കണമെന്ന് അത് പലപ്പോഴും പലരും നിങ്ങൾ ഉണ്ടാകും. എന്നാൽ നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് ദൈവത്തോട് പറയണം, കർത്താവേ, എനിക്കൊരു ഗൈഡൻസ് അങ്ങിൽ നിന്ന് എനിക്ക് ലഭിക്കണം, അങ്ങയുടെ ശബ്ദം എനിക്ക് കേൾക്കണം, അങ്ങ് എന്നോട് സംസാരിക്കണം. ഈ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജഡം എപ്പോഴും അത് ജഡത്തിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കുറയും. ഈ ലോകത്തിൻ്റെ ചിന്തകളെല്ലാം കുറയും. എന്നിട്ട് ആത്മീയമായി നമുക്ക് വർധന ഉണ്ടാകുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ദൈവഹിതം നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ ഹിതത്തെ എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുന്നത്? എനിക്കൊരു വ്യക്തിയോട്ട് പേഴ്സണലായിട്ട് ബന്ധമുണ്ട് എങ്കിൽ അന്യഭാഷയിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തിയുമായി എനിക്ക് ആഴമായ ഒരു ബന്ധമുണ്ട് എങ്കിൽ ഞാൻ പറയട്ടെ, ആ വ്യക്തിയുടെ ഹൃദയത്തെ എനിക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അന്യഭാഷയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അതിനൊക്കെ ഉപരിയായിട്ട് നിങ്ങൾ ദൈവവുമായി പരിശുദ്ധാത്മാവുമായി ആഴമായൊരു ബന്ധത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കണം. ഇല്ലാതെ നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു 1 മണിക്കൂർ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് അത് അത്രത്തോളം നിങ്ങൾ പ്രാർത്ഥിക്കുന്നു എങ്കിൽ പോലും നിങ്ങൾക്ക് ഉള്ളിൽ അത്രയും സന്തോഷം ഉണ്ടാകത്തില്ല. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വെളിപ്പാട് നിങ്ങൾക്ക് പ്രാപിക്കാൻ പറ്റത്തില്ല. ദൈവ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റിയെന്നിരിക്കത്തില്ല. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ആലോചന തിരിച്ചറിയാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ ഗൈഡൻസ് കിട്ടണമെന്ന് വരികയില്ല. അപ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവുമായി ഒരു പേഴ്സണൽ വ്യക്തിപരമായ ഒരു എൻകൗണ്ടർ ഉണ്ടാകണം. പരിശുദ്ധാത്മാവുമായിട്ടൊരു ബന്ധം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറയണം, കർത്താവേ, എനിക്ക് പുതിയ പുതിയ ഭാഷകൾ കൊണ്ട് എന്നെ നിറയ്ക്കണം, എനിക്ക് അങ്ങയോട് സംസാരിക്കുവാൻ ആഗ്രഹമുണ്ട്. പരിശുദ്ധാത്മാവ് നല്ല സ്നേഹിതനാണ്. നിന്നോട് സംസാരിക്കുവാൻ, സംസർഗം പുലർത്തുവാൻ, ദൈവശബ്ദം കേൾക്കുവാൻ, ദൈവിക വെളിപ്പാട് നൽകുവാൻ, നിന്നെക്കുറിച്ച് മറ്റുള്ളവരെക്കുറിച്ച് ഒക്കെ ദൈവിക വെളിപ്പാടുകൾ ആഴത്തിൽ നൽകുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് സഹായിക്കും. നീ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ പൈശാചിക ബന്ധനങ്ങൾ തകരും, കെട്ടുകൾ പൊട്ടും, പിശാചിൻ്റെ പ്രവൃത്തികൾ അഴിഞ്ഞു പോകാനിടയായിത്തീരും. അപ്പോൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ ഹിതത്തെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ദൈവത്തോട് പറ്റിയിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവഹിതം തിരിച്ചറിയാൻ പറ്റൂ. അപ്പോൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ പലപ്പോഴും അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ കൂടിയും നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ആ മർമ്മങ്ങൾ ഇല്ലെങ്കിൽ ആ പറയുന്ന കാര്യങ്ങൾ നിനക്ക് മനസ്സിലാകണമെങ്കിൽ ദൈവവുമായിട്ടൊരു പേഴ്സണൽ ബന്ധമുണ്ടെങ്കിൽ നിശ്ചയമായി നിങ്ങളുടെ അകത്തെ മനുഷ്യനിൽ ആത്മാവിൽ വെളിപ്പെട്ട് വരുവാനിടയായിത്തീരും. അതുകൊണ്ട് അന്യഭാഷയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യരുത്, മടുത്തു പോകരുത് എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. അതുകൊണ്ട് അന്യഭാഷയിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നിടത്തോളം നിങ്ങൾ എന്ത് ചെയ്യണം, പ്രാർത്ഥിക്കണം. അപ്പോൾ ഈ അന്യഭാഷയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ വിശ്വാസം ബലം പ്രാപിക്കുവാനിടയാകും. പല വിശ്വാസികളും ചെറിയ പ്രശ്നങ്ങൾ കാണുമ്പോൾ, പ്രതികൂലങ്ങൾ കാണുമ്പോൾ, പ്രതിസന്ധികൾ കാണുമ്പോൾ നിരാശപ്പെട്ട് തകർന്ന് മുമ്പോട്ട് പോകാൻ പറ്റാതെ വണ്ണം പ്രശ്നത്തിൻ്റെ മേൽ പ്രശ്നമാണെന്ന് പറഞ്ഞ് നിരാശയോടെ തകർന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ഞാൻ പറയട്ടെ, നീ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങണം.
പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ടൊരു ദാഹം നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം. പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടിയിട്ടൊരു ദാഹം നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം. അന്യഭാഷയിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ വിശ്വാസം വർദ്ധിച്ചു വരുവാനിടയായിത്തീരും. അന്യഭാഷയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത് ഒരുപക്ഷെ ഒരു വാക്കാകാം, 2 വാക്കാകാം, ഇല്ലെങ്കിൽ ഒരു പല ഭാഷകൾ ദൈവം നിങ്ങൾക്ക് ആദ്യം ചിലപ്പം തന്നെന്ന് വരത്തില്ല. ചിലപ്പോൾ 1-2 വാക്കുകളൊക്കെ ആയിരിക്കും. പക്ഷേ വചനം പറയുന്ന വിക്കി അധരങ്ങളോടെ അല്ലെങ്കിൽ ദൈവം ആ വ്യക്തികളോട് സംസാരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ അന്യഭാഷയിൽ നമുക്ക് ഒരുപാട് വാക്കുകൾ നമുക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ 1-2 വാക്കുകളാകും. പലരും പരിഹസിക്കും, പലരും നിന്ദിക്കും. പക്ഷേ ഇതൊന്നും പബ്ലിക്കിലല്ല പറയുന്നത്, ഇതെല്ലാം രഹസ്യത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നതെന്ന് മറ്റുള്ളവർ കാണത്തക്ക നിലവാരത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ വ്യക്തിപരമായ റൂമിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴാണ് ഈ ശക്തി നിങ്ങൾക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. നിങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചു വരുവാനിടയായി തീരും. ഞാൻ പറയട്ടെ, അന്യഭാഷയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വചനം വായിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഭക്തന്മാരിങ്ങനെയാണ് പറയുന്നത്, അന്യഭാഷയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വചനം കൂടെ നിങ്ങളുടെ കയ്യിൽ വേണം. കാര്യം നിങ്ങൾ വചനം വായിക്കുകയും നിങ്ങൾ അന്യഭാഷയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്താൽ ദൈവത്തിൻ്റെ വെളിപ്പാടുകളെ നിങ്ങൾക്ക് വേഗത്തിൽ നിങ്ങൾക്ക് പിടിച്ചെടുക്കാൻ പറ്റും. വചനത്തിലൂടെ ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. ഇതെല്ലാം ഈ ലോകത്തിലുള്ള ശക്തിയല്ലേ, അതിനേക്കാളൊക്കെ ഉപരിയായിട്ടുള്ള ദൈവത്തിൻ്റെ ശക്തിയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഈ വചനം വിശ്വാസത്തിൽ വർദ്ധിച്ചു വരണമെങ്കിൽ അന്യഭാഷയിൽ നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. നിങ്ങളുടെ പരിശുദ്ധാത്മാവിൻ്റെ തീ നിങ്ങളിൽ കത്തണമെങ്കിൽ അത് ഈ ലോകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പരിശുദ്ധാത്മാവിൻ്റെ തീ കത്തിക്കൊണ്ട് നിലനിൽക്കണമെങ്കിൽ നിങ്ങൾ അന്യഭാഷയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായി മാറണം. നിങ്ങൾ എത്രത്തോളം നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നുവോ നിങ്ങൾക്ക് ഈ ലോകവുമായിട്ടുള്ള ബന്ധം മാറും. അത് ഇപ്രകാരമാണ് പറയുന്നത്, ഈ ലോകവുമായിട്ടുള്ള ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറാനിടയായിത്തീരും. അവരുടെ ജീവിതത്തിൽ മറ്റുള്ള കൂട്ടുകെട്ടുകൾ, അനാവശ്യമായ സംസാരങ്ങൾ, അനാവശ്യമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം മാറുവാനിടയായിത്തീരും. എൻ്റെ ജീവിതത്തിലും ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ശേഷമാണ് ഞാൻ പോലും അറിയാതെ പല ബന്ധങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് ദൈവം മാറ്റിക്കളഞ്ഞു. ഞാൻ ചിന്തിച്ചു ഇവരൊക്കെ എന്തുകൊണ്ടാണ് മാറിപ്പോകുന്നതെന്ന് പലപ്പോഴും എനിക്ക് വേദനയുണ്ടായിട്ടുണ്ട്. പക്ഷേ അതെല്ലാം തിന്മയ്ക്കല്ല, ദൈവം അത് നന്മയ്ക്കാക്കി കൂടി മാറ്റി. കാര്യം ദൈവത്തിന് ഹിതമില്ലാത്ത എല്ലാം നമ്മുടെ ജീവിതത്തിൽ ദൈവം മാറ്റും. കാര്യം ദൈവം ആഗ്രഹിക്കുന്നത് തൻ്റെ മക്കൾ എപ്പോഴും അവരോട് സംസാരിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ആയതിനാൽ ഈ നല്ല ദിവസം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയട്ടെ, അന്യഭാഷയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ലോകവുമായിട്ടുള്ള ബന്ധം മാറും. അനാവശ്യ സംസാരങ്ങൾ, അനാവശ്യ ചിന്തകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വിടുതൽ പ്രാപിക്കുവാനായിട്ട് പറ്റും. ആദ്യം അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സ് നേരെ ഇരിക്കത്തില്ല. മനസ്സ് ഈ ലോകത്തിലുള്ള കാര്യങ്ങളെപ്പറ്റി പലതും ചിന്തിച്ചു കൊണ്ടിരിക്കും. ദുഷ്ടചിന്തകൾ വരും, അനാവശ്യ ചിന്തകൾ വരും. ആ സമയത്ത് നിങ്ങൾ നിർത്തരുത്. നിങ്ങൾ വീണ്ടും നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പല പ്രലോഭനങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരും. പക്ഷെ നിർത്തരുത്. അതിനെ ജയിക്കത്തക്ക നിലവാരം ഒരു മണിക്കൂറാകാം, 2 മണിക്കൂറാകാം, നിങ്ങൾ എത്രത്തോളം മണിക്കൂറുകൾ നിങ്ങൾ ദൈവസന്നിധിയിൽ സമയം ചെലവഴിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവോ, പരിശുദ്ധാത്മാവിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവോ, ഞാൻ പറയട്ടെ, നിൻ്റെ ജീവിതത്തിനകത്ത് വിടുതൽ നിൻ്റെ റൂമിനകത്തേക്ക് ഇറങ്ങി വരും. ഈ നല്ല ദിവസം ഞാൻ പറയാം, നിൻ്റെ ജീവിതത്തിൽ വിടുതൽ വരാൻ വേണ്ടി ഏതെങ്കിലും വ്യക്തിയുടെ അടുക്കലല്ല പോകേണ്ടത്, നീ പരിശുദ്ധാത്മാവിൻ്റെ അടുക്കലേക്ക് നീ വരണം. പരിശുദ്ധാത്മാവിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത്, ചില വ്യക്തികൾക്ക് വേണ്ടി, നമ്മൾ പോലും അറിഞ്ഞുകൂടാത്ത വ്യക്തികൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ചിലപ്പോൾ ജാഗരിക്കുവാനിടയായിത്തീരും. നമ്മൾ പോലും ചിന്തിക്കാം, ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരായിരിക്കാം, അല്ലെങ്കിൽ ബന്ധുക്കളായിരിക്കാം. ആ വ്യക്തിക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുവാൻ നമ്മളെടുത്ത് പ്രേരിപ്പിക്കും. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, ഭാരതത്തിന് വേണ്ടി ചിലപ്പോൾ പ്രാർത്ഥിപ്പാൻ, ഏതെങ്കിലും രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ, ഏതെങ്കിലും ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, നിങ്ങളുടെ ചിലപ്പോൾ കുടുംബജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, കുടുംബജീവിതത്തിലുള്ള വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ നിങ്ങളുടെ അകത്തൊരു ഇൻസ്പിറേഷൻ ദൈവം തരും. അപ്പോൾ ഇതെല്ലാം ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ അകത്തു നിന്ന് വെളിപ്പാടുകളുടെ കലവറകളെ തുറന്നു തരുവാനിടയായി തീരും. അതുകൊണ്ട് ഇത് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, നിർത്തിക്കളയരുത്. ഈ അന്യഭാഷയിൽ നിങ്ങൾ പ്രാർത്ഥിക്കും തോറും നിങ്ങളുടെ ജീവിതത്തിനകത്ത് വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് നിങ്ങൾ കയറിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ ജീവിതത്തിലുള്ള അശുദ്ധികളെ മാറും, പാപത്തിൻ്റെ സ്വഭാവങ്ങൾ മാറും, പാപത്തിൻ്റെ ചങ്ങലകൾ പൊട്ടിപ്പോകും, പിശാചിന് നിൽക്കാൻ പറ്റത്തില്ല, അവൻ്റെ പ്രവൃത്തികളെല്ലാം തകർന്നു പോകാനിടയായി തീരും, അവൻ്റെ തന്ത്രങ്ങളെല്ലാം കത്തിപ്പോകാനിടയായി തീരും. നമ്മുടെ ജീവിതത്തിൽ വലിയ വിടുതലുകൾ കാണുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് ഇടയാക്കി തീർക്കും. പരിശുദ്ധാത്മാവിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് സ്പിരിച്വൽ റിഫ്രഷിംഗ് ഉണ്ടാകും. പരിശുദ്ധാത്മാവിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 28 അധ്യായം 11-12 വാക്യങ്ങളിലൊക്കെ വായിക്കുമ്പോൾ അവിടെ ഫോർ വിത്ത് സ്റ്റാമറിംഗ് ലിപ്സ് ആൻഡ് അനദർ ടങ് will he speaks to this people to whom he sent. This is the rest wherewith ye men may cause the weary to rest, and this is the refreshing, yet they would not hear. അന്യഭാഷയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് റെസ്റ്റ് കിട്ടും. നമുക്ക് ഹല്ലേലൂയ, അന്യഭാഷയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വസ്ഥതയുണ്ടായി തീരുവാൻ പറ്റും.
പലപ്പോഴും മനസ്സ് അസ്വസ്ഥപ്പെട്ട് പ്രയാസപ്പെട്ട് വേദനയോടെ നിരാശയോടെയൊക്കെ ആയിരിക്കുകയാണെങ്കിൽ നിങ്ങൾ അന്യഭാഷയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ സമാധാനത്തെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും, സ്വസ്ഥത നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും, നിങ്ങൾ റിഫ്രഷ് ആകാൻ പറ്റും. പലപ്പോഴും നിരാശപ്പെട്ട് തകർന്ന ഹൃദയത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഞാൻ പറയട്ടെ, അതാണ് ഏറ്റവും നല്ല സമയം. ഹൃദയം നുറുങ്ങി വേദനയോടെ പ്രയാസത്തോടെ ഇരിക്കുമ്പോൾ നിരാശപ്പെട്ട് നിങ്ങളെ തന്നെ അവിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയാതെ, നെഗറ്റീവ് കാര്യങ്ങൾ പറയാതെ വിശ്വാസത്തിൽ വർദ്ധിച്ചു വരുവാൻ ദൈവവചനം പറഞ്ഞ് നിങ്ങൾ അന്യഭാഷയിൽ നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റും. ആ പ്രതികൂലത നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റും. നിങ്ങൾ ആ പ്രശ്നത്തെ ജയിക്കുന്നത് വരെ നിങ്ങൾ പ്രാർത്ഥിക്കണം, മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. അന്യഭാഷയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മടുപ്പുണ്ടാകരുത്. നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ പ്രാർത്ഥിക്കണം. അന്യഭാഷയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിന് നന്ദി പറയുവാൻ ഹല്ലേലൂയ നമുക്ക് സാധ്യമാണ്. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുവാനൊക്കെ പാടുവാൻ പറ്റും, ദൈവത്തെ ആരാധിക്കുവാൻ പറ്റും, ദൈവം തന്ന നന്മകളെ ഓർത്ത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാനൊക്കെ പറ്റും. 1 കൊരിന്ത്യർ 14:15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലെല്ലാം ഇങ്ങനെയാണ് പറയുന്നത്: ഐ വിൽ പ്രേ വിത്ത് സ്പിരിറ്റ് ആൻഡ് ഐ വിൽ പ്രേ വിത്ത് അണ്ടർസ്റ്റാൻഡിങ്. ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കുമെന്ന് പറയുകയാണ്. ഞാൻ ആത്മാവിൽ പാടും, അതുപോലെ ആത്മാവിൽ പാടും, ബുദ്ധിയിലും ഞാൻ പാടുവാനായിട്ട് പറ്റും. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ആത്മാവിൽ നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ പഠിക്കണം. ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുവാൻ. അത് ഏത് കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് എല്ലാവരും ദൈവം ആഗ്രഹിക്കുന്ന കാര്യം അന്ത്യനാളിൽ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടണമാണ്. ഈ ലോകം പാപം നിറഞ്ഞൊരു ലോകത്തിലാണ് നമ്മളായിരിക്കുന്നത്. നമുക്ക് സ്വന്തമായി നമുക്കൊരു വിശുദ്ധ ജീവിതം നയിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. നമുക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ കൂടാതെ പോകാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവില്ലാതെ നമുക്ക് വിജയകരമായ ജീവിതം നയിക്കാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവാണ് നിന്നെ കറക്റ്റ് ചെയ്യുന്നത്, പരിശുദ്ധാത്മാവാണ് നിന്നെ ബലപ്പെടുത്തുന്നത്, പരിശുദ്ധാത്മാവാണ് നിന്നോട് കൂടെ ഇരിക്കുന്നത്. ഏറ്റവും നല്ല സ്നേഹിതനായി പരിശുദ്ധാത്മാവിനെ നീ ഹൃദയം തുറന്ന് സ്വീകരിച്ചാൽ നിൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ മാറുവാൻ തുടങ്ങും. നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പ്രാർത്ഥനയുടെ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരുവാനിടയായിത്തീരും. അതുകൊണ്ട് അന്യഭാഷകൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് മടുത്തു പോകരുത്. ഞാൻ പറയട്ടെ, ഏറ്റവും നല്ല സ്നേഹിതനായി ഈ നല്ല ദിവസം കർത്താവിനെ നിങ്ങൾക്ക് സ്വീകരിക്കാമോ? ഏറ്റവും നല്ല സ്നേഹിതനായി പരിശുദ്ധാത്മാവിനെ നിങ്ങൾ സ്വീകരിക്കാമോ? പരിശുദ്ധാത്മാവിനെ നല്ല ഒരു സ്നേഹിതനായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയട്ടെ, ഈ ലോകത്തിലുള്ള പല സ്നേഹിതന്മാർ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ വിട്ടുമാറാനിടയായിത്തീരും. ഈ ലോകത്തിൻ്റെ സ്നേഹിതന്മാർ പല ചതിയിലും വഞ്ചനയിലും ഓരോ കുടുക്കിലും നിന്നെ കൊണ്ട് കൊടുക്കുമ്പോൾ ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവെന്ന് പറയുന്ന സ്നേഹിതനുമായി ഈ രാത്രി ഞാൻ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, നീ കണക്റ്റായി നിൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകളെല്ലാം മാറുവാനിടയായിത്തീരും. നിൻ്റെ ജീവിതം രൂപാന്തരപ്പെടുവാനിടയായിത്തീരും. ഈ നല്ല ദിവസം ഹല്ലേലൂയ ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ ഞാൻ നിങ്ങളെ ബലപ്പെടുത്തുകയാണ്. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, അന്യഭാഷയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ നാവിന് നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനായിട്ട് പറ്റും. നിങ്ങൾക്ക് നാവിനെ സബ്ജക്ഷൻ ചെയ്യാനായിട്ട് പറ്റുമെന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുകയാണ്. യാക്കോബിൻ്റെ ലേഖനം 3:8 പറയുന്നു, ബട്ട് ദ ടങ് ക്യാൻ നോ മാൻ ക്യാൻ ടേം. നാവിനെ ഒരാൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, മെരിക്കുവാനായിട്ട് പറ്റത്തില്ല എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയും. നാവെന്ന് പറയുന്ന ഒരു വിഷമുള്ള ഇതുപോലെയാണ്. അത് നാവ് കൊണ്ട് ഒരു വ്യക്തിയെ കൊല്ലുവാനായിട്ട് പറ്റും, ഒരാളെ നശിപ്പിച്ച് കളയാൻ പറ്റും, ഒരാളെ പണിയുവാനായിട്ട് പറ്റും. അതുകൊണ്ട് ഈ നാവ് വേണ്ടാത്ത കാര്യങ്ങളിൽ നമ്മൾ ചിലവഴിക്കാതെ അന്യഭാഷയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുവാനിടയായി തീരണം. നിങ്ങൾക്കൊരു കുടുംബ ജീവിതമുണ്ടെങ്കിൽ നിങ്ങൾ വ്യക്തിപരമായി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ കുടുംബമായി എല്ലാവരും കൂടെ ചേർന്നിരുന്ന ഭാര്യയാകട്ടെ ഭർത്താവാകട്ടെ കുഞ്ഞുങ്ങളായിട്ട് ഒരുമിച്ചിരുന്ന് 1 മണിക്കൂറെങ്കിലും അന്യഭാഷയിൽ നിങ്ങൾ പ്രാർത്ഥിച്ച് തുടങ്ങിക്കേ നിങ്ങളുടെ ജീവിതത്തിനകത്ത്, നിങ്ങളുടെ കുടുംബത്തിനകത്ത് മാറ്റങ്ങൾ സംഭവിക്കുന്നത് കാണുവാനിടയായിത്തീരും. മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഒരു സാക്ഷ്യം പോലെ ഞാനിത് പറയുന്നത്. ഈ നല്ല ദിവസം കർത്താവ് നിൻ്റെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനായിട്ട് പോവുകയാണ്. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവം നിൻ്റെ ജീവിതത്തിൽ വലിയ വിടുതലുകൾ നിൻ്റെ ജീവിതത്തിൽ അയക്കുവാനായിട്ട് പോവുകയാണ്. അന്യഭാഷയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ പബ്ലിക്കിൽ അത് പറഞ്ഞ് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് പലരും അത് കളിയാക്കുന്നത്. നിങ്ങളുടെ പ്രൈവറ്റായിട്ടുള്ള റൂമിൽ നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൂതന്മാർ സംസാരിക്കുന്ന ഭാഷകളുണ്ട്, ദൈവം സംസാരിക്കുന്ന ഭാഷയുണ്ട്, അന്യഭാഷയിൽ മറഞ്ഞുപോയ ഭാഷകളുണ്ട്, അങ്ങനെ വ്യത്യസ്തമായ ഭാഷകളുണ്ട്. ഇതെല്ലാം ദൈവത്തിൻ്റെ ആത്മാവാണ് നമുക്ക് തരുന്നത്. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ, ആത്മാവിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറയട്ടെ, വളരെ ശാന്തമായി നിന്നുകൊണ്ട് ദൈവസന്നിധിയിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാരംഭിക്കണം. ആദ്യമൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ എന്നാൽ നിങ്ങൾ അന്യഭാഷയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള പൈശാചിക മണ്ഡലങ്ങൾ, അന്ധകാര ബന്ധനങ്ങളെല്ലാം പൊട്ടിപ്പോകുന്നത്, നിൻ്റെ ജീവിതത്തിൽ മറഞ്ഞു കിടക്കുന്നതെല്ലാം തകർത്ത് കളഞ്ഞ് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ സാധിക്കുന്നത് ഈ അന്യഭാഷയിലുള്ള പ്രാർത്ഥനയാണ്.
അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ ജീവിതത്തിൻ്റെ അകത്തെ അവസ്ഥകൾ മാറ്റും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്തം പ്രാപിക്കുവാനായിട്ട് സാധിക്കും. പലരും വാഗ്ദത്തം പ്രാപിക്കാൻ പറ്റാതെ വണ്ണം ദൈവം പല വാഗ്ദത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പ്രവചനങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ദൂതുകൾ കൈമാറിയിട്ടുണ്ട്. പക്ഷേ പലരും പറയാറുണ്ട്, എത്ര പേരാണ് അത് പ്രാപിക്കാൻ പറ്റുന്നത്? വളരെ കുറച്ച് പേരാണ് പ്രാപിക്കുന്നത്. അപ്പോൾ ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളെ പ്രാപിക്കുവാൻ ഏറ്റവും ഈസിയസ്റ്റ് വേ, ഏറ്റവും ഷോർട്ട് കട്ട് വേ എന്ന് പറയുന്നത് അന്യഭാഷയിലുള്ള പ്രാർത്ഥനയാണ്. അന്യഭാഷയിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം, ആത്മാവിൽ പ്രാർത്ഥിക്കണം, ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിനോട് പറയാൻ, കർത്താവേ, എനിക്ക് അങ്ങയോട് പ്രാർത്ഥിക്കുവാൻ, സംസാരിക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങയുടെ നാവിനെ സ്പർശിക്കണം. യെശയ്യാ പ്രവാചകൻ, ഹല്ലേലൂയ, അവൻ ശുദ്ധിയില്ലാത്ത ജനത്തിൻ്റെ മധ്യേ അവനായിരുന്ന സമയത്ത് അവൻ ഈ ജനത്തെ നോക്കിക്കൊണ്ട് പറയാണ്, ഞാൻ ശുദ്ധിയില്ലാത്ത ജനത്തിൻ്റെ മധ്യയാണ് വസിക്കുന്നത്. അപ്പോൾ താൻ കാണുകയാണ്, ഇതാ ഒരു ദൂതൻ വന്ന് തൻ്റെ യാഗപീഠത്തിൽ നിന്ന് ഒരു കൊടിൽ കൊണ്ട് ഒരു തീക്കനലെടുത്ത് തൻ്റെ നാവിനെ സ്പർശിച്ചപ്പോഴാണ് അവന് മനസ്സിലായത് താനും ഹല്ലേലൂയ ശുദ്ധിയില്ലാത്ത ആദരമുള്ള ഒരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവ് നിൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ നിൻ്റെ കുറവ് നിനക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും. ഏതെങ്കിലും പ്രവാചകൻ നിൻ്റെ തലയിൽ കൈവച്ചിട്ടല്ല കുറവ് പറയേണ്ടത്, നിനക്ക് തിരിച്ചറിയാൻ പറ്റും. നീ പോലെ അറിഞ്ഞോ അറിയാതെയോ വാക്കുകൾ കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട്, ചിന്തകൾ കൊണ്ട്, വിചാരങ്ങൾ കൊണ്ടെല്ലാം ചെയ്തു പോയ രഹസ്യവും പരസ്യമായ പാപങ്ങൾ പരിശുദ്ധാത്മാവ് ഓർമ്മിച്ച് നൽകും. അത് നിനക്ക് ദൈവസന്നിധിയിൽ ഏറ്റുപറയും. കർത്താവിനോട് പറയും, യേശുവേ അപ്പാ, എന്നോട് ക്ഷമിക്കണം, അങ്ങയുടെ തിരുരക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിക്കണം, എന്നെ ബലപ്പെടുത്തണം, എൻ്റെ അകത്തെ മനുഷ്യനെ ബലം പ്രാപിപ്പാൻ, ശക്തി പ്രാപിപ്പാൻ എന്നെ സഹായിക്കണമെന്ന് പറയാമോ? അങ്ങനെ പറയുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ വലിയ വിടുതൽ കാണുവാനായിട്ട് സാധിക്കും. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ലോകവുമായിട്ട് അവരുടെ ബന്ധം മാറും. അവർക്ക് സ്വർഗവുമായിട്ടൊരു കണക്റ്റ് ഉണ്ടാകും. ഈ ലോകത്തിൻ്റെ മോഹങ്ങൾ, ലോകത്തിൻ്റെ ചിന്തകൾ, ജഡീക ചിന്തകൾ, ലോകത്തിൻ്റെ ഭോഗങ്ങൾ, ഇതിൻ്റെ പിന്നാലെ നമ്മൾ ഓടുവാൻ തക്കവണ്ണം ആഗ്രഹമുണ്ടാകത്തില്ല. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ സമയത്ത്, അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ സമയത്താണ് എൻ്റെ ജീവിതത്തിൽ ഈ ലോകവുമായിട്ടുള്ള ബന്ധങ്ങൾ മാറാൻ തുടങ്ങി, മറ്റുള്ള ഇച്ഛകൾ മാറാൻ തുടങ്ങി, ലോകത്തിൻ്റെ ചിന്തകൾ മാറാൻ തുടങ്ങി, മറ്റു ലോകത്തിൻ്റെ ധനമോഹങ്ങളൊക്കെ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആഗ്രഹങ്ങളിൽ മാറി നമ്മൾ ദൈവത്തോട് കണക്റ്റാകുകയാണ്. ദൈവഹിതത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് സഹായിക്കാനിടയായി തീർന്നു. ഈ നല്ല രാത്രികാലം കർത്താവ് നിൻ്റെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ പോകുന്നു. വിശ്വസിക്കുക. നിങ്ങൾ പ്രാർത്ഥനയിൽ നിങ്ങൾ മടുത്തു പോകരുത്. അന്യഭാഷയിൽ നിങ്ങൾ മടുത്തു പോകരുത്. എപ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കണം. 1 മണിക്കൂർ കൊണ്ട് പ്രാർത്ഥിച്ച് നിർത്തരുത്. അതുകൊണ്ട് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ 1 മണിക്കൂർ പ്രാർത്ഥിച്ചു, അന്യഭാഷയിൽ 1/2 മണിക്കൂർ പ്രാർത്ഥിച്ചു, 2 മണിക്കൂർ പ്രാർത്ഥിച്ചു. ഇതെല്ലാം പ്രാർത്ഥിച്ചത് പറയുന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല. പക്ഷേ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന, നിങ്ങളുടെ രഹസ്യത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും അറിയാതെ ആത്മമണ്ഡലത്തിലേക്ക് നിങ്ങൾക്ക് കയറാൻ പറ്റും. നിങ്ങൾക്ക് ദൂതന്മാരെ കാണുവാൻ പറ്റും. നിങ്ങൾക്ക് സ്പിരിച്വൽ ഹെർലം തുറന്ന് കിട്ടും. നിങ്ങൾക്ക് ഗിഫ്റ്റുകൾ ഓപ്പണായി കിട്ടും. നിങ്ങളുടെ മുമ്പിൽ വെളിപ്പാടിൻ്റെ മണ്ഡലങ്ങൾ തുറക്കും. അന്യഭാഷയിൽ നിങ്ങൾ അന്യഭാഷ എന്ന് പറയുന്നത് കൃപാവരങ്ങളുടെ താക്കോലാണ്. നിങ്ങൾക്ക് അന്യഭാഷ കൊണ്ട് സകല കൃപാവരം അൺലോക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ സകല നന്മകളെ അൺലോക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ സകല പ്രോമിസുകളും വാഗ്ദത്തങ്ങളെ അൺലോക്ക് ചെയ്യാൻ പറ്റും. അന്യഭാഷയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ മാറുവാനായിട്ട് തുടങ്ങും. ഈ നല്ല ദിവസം അന്യഭാഷയിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാരംഭിക്കുക. കർത്താവ് നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും, നിന്നെ മാനിക്കും. നിൻ്റെ ജീവിതത്തിൽ അന്യഭാഷയിൽ നിങ്ങൾ പ്രാപിക്കുവാൻ ആഗ്രഹമുണ്ട്. ബ്രദറെ, എനിക്ക് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാ ദിവസവും രാവിലെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ 5 തൊട്ട് 6 മണി വരെ ഞങ്ങൾ അന്യഭാഷയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. കുറച്ച് പേരായി ഞങ്ങൾ ഒരുമിച്ചിരുന്ന് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നത്. ആത്മീയമായി വളരുവാൻ താല്പര്യമുള്ള ആൾക്കാരാണ് പ്രാർത്ഥിക്കുന്നത്. അതിന് താല്പര്യമുള്ള ആൾക്കാരെ എന്നെ വിളിക്കുക. പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ട് ആഗ്രഹമുള്ളവർ എന്നെ വിളിക്കുക. ഞാൻ നമ്പർ കൊടുത്തേക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നിങ്ങൾ ദൈവവുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക. പരിശുദ്ധാത്മാവുമായി നിങ്ങൾ കണക്ട് ചെയ്യുക. എൻ്റെ ജീവിതം ടോട്ടൽ ചേഞ്ച് ആകും. ഒരു വാക്ക് ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയ സഹോദരനായി സഹോദരിക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ അവരുടെ ഹൃദയത്തിനകത്തൊരു വലിയൊരു വാഞ്ചയുണ്ടാകട്ടെ, താല്പര്യമുണ്ടാകട്ടെ. ആരെങ്കിലും പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ടൊരു ദാഹമുണ്ട് എങ്കിൽ ഈ ശബ്ദം, ഈ കർത്താവെ, ഈ മെസ്സേജ് അവരുടെ ജീവിതത്തിൽ വലിയ രൂപാന്തരമുണ്ടാകട്ടെ. അവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹം കടന്നു വരട്ടെ. നന്മകൾ തുറക്കുവാൻ, അവരുടെ വാഗ്ദത്തങ്ങളിൽ തുറന്നു കയറുവാൻ, അവർ ദൈവവുമായിട്ടുള്ള ആഴമായ ബന്ധത്തിലേക്ക് പ്രവേശിപ്പാനൊക്കെ പരിശുദ്ധമാരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർ നിൻ്റെ മക്കളെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണം. അന്യഭാഷയിൽ പ്രാർത്ഥിച്ച് ബലം പ്രാപിപ്പാൻ സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു.